അഭിനയം ആഘോഷമാക്കിയ അഭിനയം ആഘോഷത്തിമിർപ്പാക്കിയ ഒരു നടനുണ്ടായിരുന്നു മലയാള സിനിമയിൽ. 80കളിൽ മലയാള സിനിമയിൽ സൂപ്പർ താരമായി മാറിയ രതീഷ് ആദ്യമായി സിനിമയിലെത്തുന്നത് വേഴാമ്പൽ എന്ന ചിത്രത്തിലൂടെ. 1977 വേഴാമ്പൽ റിലീസ് ചെയ്തത്. തുഷാരം എന്ന ചിത്രമാണ് രതീഷിന് സൂപ്പർ താര പദവി നേടിക്കൊടുത്തത്. യഥാർത്ഥത്തിൽ ആ ചിത്രം ജയനെ നായകനാക്കി IV ശശി ചെയ്യാനിരുന്ന ചിത്രമായിരുന്നു. ജയൻ അകാലത്തിൽ അപകടത്തിൽ അന്തരിച്ചു. ജയന് പകരം രതീഷ് എത്തി. തുഷാരത്തിൽ രതീഷ് മാസ് ഹീറോയായി മാറി. പിന്നീട് അങ്ങോട്ട് രതീഷിൻ്റെ യുഗം. അഹിംസ, ക്രൂരൻ, ഈ നാട് തുടങ്ങി കുറേയേറെ ഹിറ്റ് ചിത്രങ്ങൾ. ആ ചിത്രങ്ങളിലെല്ലാം രതീഷ് അസാധ്യമായ അഭിനയ പ്രാവീണ്യം കാഴ്ചവെച്ചു. അക്കാലത്ത് സെലക്റ്റീവ് ആകാതെ കിട്ടുന്ന ചിത്രങ്ങളിലെല്ലാം അഭിനയിച്ചതാണ് രതീഷിന് വിനയായി മാറിയത്. നല്ല നടനായിരുന്നു അദ്ദേഹം. KG ജോർജിൻ്റെ ഉൾക്കടൽ എന്ന ചിത്രത്തിലെ ഡേവിഡ് എന്ന കഥാപാത്രം അവതരിപ്പിക്കാൻ രതീഷിന് മാത്രമേ കഴിയൂ. അത്ര മനോഹരമായാണ് ഉൾക്കടലിലെ ഡേവിഡിനെ രതീഷ് അവതരിപ്പിച്ചത്. പിന്നീട് അങ്ങോട്ട് രതീഷിൻ്റെ ജീവിതം ആഘോഷത്തിമിർപ്പിലേക്ക് പോയി. കൃത്യസമയത്ത് സെറ്റിൽ വരാതിരിക്കുക, സെറ്റിൽ മദ്യപിക്കുക, പുകവലിച്ചുകൊണ്ട് ഏറെ നേരം അഭിനയിക്കാനെത്താതെ റൂമിൽ തന്നെ ഇരിക്കുക, അങ്ങനെയൊക്കെയുള്ള പല ന്യൂനതകൾ രതീഷിന് ഉണ്ടായിരുന്നു. രതീഷ് കല്യാണം കഴിച്ചത് ഡയാനയെ. ഡയാന മുൻ ധനകാര്യമന്ത്രി ഹേമചന്ദ്രൻ്റെ മകളാണ്. അവർക്ക് 4 മക്കൾ. എന്തായാലും രതീഷ് വളരെ പെട്ടെന്ന് ഔട്ടാവുന്ന കാഴ്ചയാണ് കണ്ടത്. പിന്നീട് നായക വേഷം വിട്ട് വില്ലൻ വേഷങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചു. രാജാവിൻ്റെ മകനിലെ നെഗറ്റീവ് വേഷം അദ്ദേഹം മനോഹരമായി ചെയ്തു. നായക കഥാപാത്രം കയ്യിൽ നിന്ന് പോയപ്പോൾ വില്ലൻ കഥാപാത്രങ്ങളിലൂടെ പിടിച്ചു നിൽക്കാൻ രതീഷ് ശ്രമിച്ചില്ല. അദ്ദേഹം ബിസിനസ്സിലേക്ക് തിരിഞ്ഞു. പലതരത്തിലുള്ള ബിസിനസ്സുകൾ ഇട്ടു. അബ്കാരി ബിസിനസ്സിലിറങ്ങി കൈപൊള്ളി, റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലിറങ്ങി കൈപൊള്ളി. ബിസിനസ്സിലെല്ലാം തിരിച്ചടിയാണ് രതീഷ് നേരിട്ടത്. പിന്നീട് സിനിമയിലേക്ക് ശക്തമായൊരു തിരിച്ചുവരവ് നടത്തുന്ന രതീഷിനെ നമ്മൾ കണ്ടു. കമ്മീഷണറിലെ മോഹൻ തോമസ് എന്ന കഥാപാത്രം. മോഹൻ തോമസ് വ്യത്യസ്തനായ വില്ലനായിരുന്നു അക്കാലത്ത് മലയാള സിനിമയിൽ. എന്തിനേയും പുഞ്ചിരിയോടെ നേരിടുന്ന മോഹൻ തോമസിൻ്റെ വേഷം തകർത്തഭിനയിച്ചു രതീഷ്. കാശ്മീരത്തിൽ ആക്ഷൻ ഹീറോയായ സുരേഷ് ഗോപിയോടൊപ്പം ആക്ഷൻ രംഗങ്ങളിൽ രതീഷ് അഭിനയിച്ചു. ആക്ഷൻ രംഗങ്ങൾ നന്നായി അവതരിപ്പിക്കാൻ തനിക്ക് കഴിയുമെന്ന് അദ്ദേഹം തെളിയിച്ചു. ജീവിതത്തിൽ ഒരുപാട് തിരിച്ചടികൾ ഉണ്ടായി. സാമ്പത്തിക നഷ്ടം ഉണ്ടായി. ഡയാനയ്ക്ക് കിട്ടിയ സ്ത്രീധനമെല്ലാം ബിസിനസ്സിൽ ഇറക്കി രതീഷ് തീർത്തു. ഒടുവിൽ മദ്യപാനമൊക്കെ ഉപേക്ഷിച്ച്, അമിത മദ്യപാനിയും കൂടെ ആയിരുന്നു രതീഷ്. മദ്യപാനമൊക്കെ ഉപേക്ഷിച്ച് സിനിമയിലേക്ക് മടങ്ങി വരാൻ രതീഷ് ആഗ്രഹിച്ചു അവസാന കാലത്ത്. അതിനനുസരിച്ച് കഥാപാത്രങ്ങൾ അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തു. അന്ന എന്ന സീരിയലിൽ, KK രാജീവിൻ്റെ അന്ന എന്ന സീരിയലിൽ നല്ല വേഷമാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. KK രാജീവ് എന്നോട് പറഞ്ഞത്, അന്നയിൽ അഭിനയിക്കുമ്പോൾ അദ്ദേഹം മദ്യപാനവും പുകവലിയും നിർത്തിയിരുന്നു. സിനിമയിലേക്ക് തിരിച്ചെത്തുക, അഭിനയത്തിലൂടെ 2ാം വരവ് നടത്തുക, ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്വപ്നം. പക്ഷെ വിധി അത് അനുവദിച്ചില്ല. ഹൃദ്രോഗത്തിൻ്റെ രൂപത്തിൽ വിധി അദ്ദേഹത്തെ കൊണ്ടുപോയി. രതീഷ് മരിക്കുമ്പോൾ വെറും 48 വയസ്സായിരുന്നു. മമ്മൂട്ടിയും രതീഷുമായുള്ള സൗഹൃദം ശ്രദ്ധേയമാണ്. മമ്മൂട്ടി രതീഷിന് ഫ്രീ ആയി ഡേറ്റ് കൊടുത്തു ഹയർ ദി ഗ്രേറ്റ് എന്ന ചിത്രം നിർമ്മിക്കാൻ. പക്ഷേ ആ ചിത്രം കേരളത്തിൽ പരാജയപ്പെട്ട ചിത്രം കിട്ടിയ വിലയ്ക്ക് തമിഴ് സിനിമ പ്രൊഡ്യൂസർക്ക് അതിൻ്റെ റൈറ്റ് എഴുതി കൊടുത്തു രതീഷ്. തമിഴിൽ ഹയർ ദി ഗ്രേറ്റ് 100 ദിവസം ഓടി. രതീഷിന് അതിലും കൈനഷ്ടം. അവസാനം രതീഷ് മരിച്ച ശേഷം ഡയാനയും കുടുംബവും ജീവിക്കാൻ വേണ്ടി പാടുപെട്ടു. ഡയാന മക്കളെ വളർത്താൻ വേണ്ടി
ഇൻഷുറൻസ് ഏജന്റായി മാറുന്ന കാഴ്ച കണ്ടു നമ്മൾ. പിന്നീട് സുരേഷ് കുമാറും ചേർന്നാണ് രതീഷിന്റെ കുടുംബത്തെ നോക്കിയത്. ഡയാന മരിച്ചപ്പോൾ 4 മക്കളും അനാഥരായി. അവരെ സുരേഷ് കുമാറും നിർമ്മാതാവ് സുരേഷ് കുമാറും സ്വന്തം മക്കളെ പോലെ വളർത്തി. രതീഷ് എന്നില്ല, പക്ഷെ അദ്ദേഹം അഭിനയിച്ച് തകർത്ത എത്രയോ സിനിമകൾ ബാക്കി.